فناداه ربه بالواد المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك يسعى فحشر فنادى فقال أنا ربكم الأعلى على الآخرة والأولى لمن يخشى وبلاها وبعد ذلك دها. السلام عليكم. വളരെ സമയമില്ല ആക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കേരളത്തിൽ 5 വർഷം പൂർത്തിയായിരുന്നു നമ്മുടെ കുടുംബസംഗമത്തിൽ. അത് കുറെ കൊല്ലങ്ങളുണ്ട്, പക്ഷേ ഉഷാറായിട്ട് നടത്താൻ സാധിച്ചിട്ടില്ല. ഇന്നത്തെ കാലത്ത് കുടുംബങ്ങൾ ഒരു കല്യാണത്തിന് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. കാരണം മറന്നു എന്നാണ് കൽപ്പിച്ചു ആ വ്യക്തി കാണുന്നത്. എന്താ പറയാ, എല്ലാവരും വിളിച്ചാണ് കൊടയാൻ വിളിക്കില്ല. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബബന്ധം മുറിക്കുന്ന പലരും നമ്മളെ സമൂഹത്തിലുണ്ട്. വാപ്പിയും തമ്മിൽ തെറ്റി, വാപ്പിയും മോനും തമ്മിൽ തെറ്റി തീരെ പ്രാധാന്യം കൊടുക്കാത്ത കുടുംബത്തിൽ തന്നെ നമ്മൾ കുടുംബബന്ധം ചെയ്യുന്ന പ്രതിഫലാർഹമായ കാര്യമാണ്. ഒരു സംഭവം ഞാൻ പറയാം. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി കുടുംബബന്ധം മുറിച്ചൊരു വ്യക്തി ഈ റഹ്മത്തിന്റെ മലക്കുകളിൽ ഇങ്ങോട്ട് ഇറക്കാൻ പഠിക്കുന്നുണ്ട്. അവരെ മുന്നിൽ വെച്ചിട്ട് ഭക്ഷണത്തിന് ഏർപ്പാട് ലഭിക്കില്ല. ഇങ്ങനെ ആളെ പറ്റി പറയില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ കുടുംബബന്ധം മുറിച്ച ആളുകളിൽ പോകണം. കാരണം മലക്കുകൾ അയാൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തെ ഇതിലേക്ക് സോഷ്യൽ മാസ്റ്റർ MP ജസീൽ അബ്ദുൽ വാഹിദ്, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന മുഹമ്മദ് ഇക്ബാൽ, പരചനം അവതരിപ്പിക്കുന്ന ജസീൽ അബ്ദുൽ വാഹിദ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. പ്രസംഗം അവസാനം ഉണ്ടാവുന്നതാണ്, കിടപ്പുണ്ടാവുന്നത്. തൽക്കാലത്ത് ആദ്യം ഉദ്ഘാടനിക്കാൻ വേണ്ടി ഈ വേദിയുടെ അധ്യക്ഷൻ എൻ്റെ സുഹൃത്തുമായ അബുമാസർ, എന്നോട് മിനിഞ്ഞാന്ന് രാത്രി ഇങ്ങനെ നിന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഇത് അതിന് ഈ സംഗമം കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഓരോ അറിവും പുതുതായി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്നും അത് ഓരോരുത്തരെ പറ്റി വോട്ട് പുസ്തകത്തിൽ എഴുതിയാല് അത് അതിന്റെ ആ രേഖ ഇവരെല്ലാം കിട്ടും. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന രേഖ ഇങ്ങനെ ഒരു മനസ്സിലൊരു പ്ലാനുണ്ട്. അതായത് വീടിന്റെ തറവാടിന്റെ ഒരു രൂപരേഖ തയ്യാറാണ്. ഇത് തയ്യാറാണ്. വധുവിന്റെ വീട്ടുകാര് കല്യാണത്തിന് ഏത് പാർട്ടിക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവരെ തോൽപ്പിക്കാനുള്ള മറ്റൊരു പാട്ട് സംഘത്തെ അന്വേഷിക്കുക. അവർ പോയിട്ടുണ്ടെന്നാ നോക്കുക. അല്ലെങ്കിൽ പറഞ്ഞ ഞങ്ങൾക്ക് തൊഴിൽ കേട്ടോ കല്യാണത്തിന്. എന്നാൽ ആ പാട്ടുകാർക്ക് അന്ന് വരാൻ കഴിയില്ല. അതുകൊണ്ടാ പാട്ടുണ്ട്. വീട്ടിലേക്ക് വിരുന്നേറ്റ് വന്നാല് നാര്യം കൊണ്ട് പോകുന്നത് കൊടുക്കാട്ടിട്ട് ഇനി കുറച്ചും കൂടി സാധനങ്ങൾ കൂടുതൽ കിട്ടണമെന്ന് വിചാരിച്ചു ഊരോട്ട് പോകും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ നേരത്തെ സ്വാഗതം പറഞ്ഞത് നമ്മുടെ കുടുംബങ്ങളിൽ പല ആളുകൾ
ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വന്നു. ഞങ്ങൾ അദ്ദേഹമാകുട്ടിയുടെ മകനാണ് NP എന്ന് പറഞ്ഞ MP. ആ NPന്റെ പേരിട്ട് ഉദ്ഘാടകന്റെ നേരത്തെ നമ്മുടെ മീറ്റിംഗില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള പരിപാടികൾ ഈ ഒരു ഇതിലെ ഏറെക്കുറെ പങ്കാളിത്തം കുറയും എന്നുള്ള നമുക്ക് മുൻകൂട്ടി നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച വന്നതുമാണ്. ഇതിലും കുറയും എന്നായിരുന്നു കണക്കാക്കിയത്. പക്ഷെ അതിലൊരു മാറ്റം എല്ലാവർക്കും അവസരം തരുന്നതാണ്. അപ്പൊ അത് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. പലർക്കും അതിനു വേണ്ടി ഒരുങ്ങേണ്ടതുണ്ടാവും. കരോക്കെയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് തുടക്കം നന്നായിട്ട് പിന്നെ ഒരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ ബോറടിക്കുന്ന പരിപാടി സംസാരം എന്നുള്ളത്, പ്രത്യേകിച്ച് കലാപരിപാടിക്ക് ആളുകൾ റെഡിയാക്കിയപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിയ അവസരമാണ്. ഞാൻ പോവുകയാണ് രാത്രി പോലെ നേരത്തെ പറഞ്ഞു. തെറ്റിദ്ധരിക്കുവാനില്ലതില്ലാരെയും എന്തു ചെയ്താലും അതിലേക്ക് ഒരു 15 അംഗ ആളുകളെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറി ബരീറ, ഓക്കെ, ട്രഷറർ മുദിയ, ഓക്കെ. ചുരുങ്ങിയ സമയം കൊണ്ട് അവസരം കിട്ടി.